അത് ദാനിയേലിന്റെ ഒരു വിഷയമല്ല. ഇല്ല ഇല്ല, ഞാൻ വിശുദ്ധിക്കെതിരെ യാതൊന്നും ഞാൻ ചെയ്യുകയില്ല. അടുത്തത് ഞാൻ ഓർപ്പിക്കാം, പ്രാർത്ഥനയ്ക്ക് ഒരു പ്രഥമ സ്ഥാനം കൊടുത്ത വ്യക്തിയായിരുന്നു ദാനിയേൽ. പ്രാർത്ഥനയ്ക്ക് നമുക്കറിയാം, 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തില് രാജാവ് ഒരു സ്വപ്നം കണ്ടു. സംഭവം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. സ്വപ്നം കണ്ടിട്ട് അതിൻ്റെ പെട്ടെന്ന് സ്വപ്നം മറന്നുപോയി. മന്ത്രവാദികളെ, ആഭിചാര്യരെ, ശുദ്ധർക്കാരെ, കൽദേനെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് പറയണം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയണം. കൽദേർ രാജാവിൻ്റെ അരിയിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്കത് കഴിയയില്ല, ദേവന്മാർക്ക് പോലും കഴിയാത്തൊരു സംഗതി എങ്ങനെയാണ് ഞങ്ങൾക്കത് കഴിയുന്നത്? യാതൊരു കാരണം, രാജാവ് ഞങ്ങളോട് സ്വപ്നം പറയാമെങ്കിൽ ഞങ്ങൾ അർത്ഥം പറയാം. നമുക്കറിയാം, രാജാവ് വളരെ ശക്തമായി അവരെ ഓർപ്പിച്ചു, നിങ്ങൾ ഒരു വ്യക്തി പോലെ ജീവിച്ചിരിക്കുന്നത്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ പെട്ടെന്ന് ദാനിയേലും ആ സ്ഥലത്തേക്ക് എത്തപ്പെട്ടു. ദാനിയേൽ ആ സ്ഥലത്തേക്ക് എത്തപ്പെട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്കൊരല്പം സമയം തരണം. രാജാവ് സമയം അനുവദിച്ചു കൊടുത്തു. അന്ന് കൂടെ ചെന്നിട്ട് തന്നോട് കൂടെയുള്ള എബ്രായ ബാലന്മാരുടെ അരികിലേക്ക് കടന്നു ചെന്നിട്ട് ഈ പ്രകാരം പറഞ്ഞു, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ ലഭിപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. അന്ന് തന്നെ കടന്നു ചെന്ന് മറ്റെബ്രായ ബാലന്മാരോട് ഒരുമിച്ച് ദാനിയേൽ അന്ന് മുഴുവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ താൻ സമയം ചെലവഴിച്ചു. അന്ന് രാത്രിയിൽ ദൈവം രാജാവിന് വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, എങ്ങനെയാണ് ഇതിന് മറുപടി ലഭിക്കുന്നതെന്ന ചിന്താഭാരത്തിലായിരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പ്രാർത്ഥനാമുറിയിലേക്ക് കടന്നു ചെന്ന് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക. നിശ്ചയമായും കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. എത്ര പേരത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവോ, ഓരോ നിമിഷം കരം തട്ടി എന്റെ ദൈവത്തെ ഒന്ന് ബോധപ്പെടുത്താമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനയേറിയ നിമിഷത്തിൽ, ഭാരമേറിയ നിമിഷത്തിൽ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങൾ കടന്നു വരുമ്പോ, ഒരു പക്ഷെ ഡോക്ടേഴ്സ് പോലും കൈവിടുമ്പോ, എവിടെയെങ്കിലും പൊയ്ക്കോ, ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയയില്ല എന്ന് പറഞ്ഞവർ കൈയൊഴിയുമ്പോ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക, പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു ചെല്ലുക, ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക, ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക. നിന്റെ മറുപടി നിനക്ക് ലഭിക്കും, നിശ്ചയം. ദാനിയേൽ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത് നമുക്കറിയാം. അത് മാത്രമല്ല, 6:10 അതുകൊണ്ട് പെട്ടെന്ന് വായിക്കണമേ. 6-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിനു നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി. മുട്ടിന്മേൽ ഇരിക്കുവാൻ വേണ്ടി തീരുമാനിച്ച ദാനിയേൽ. വാസ്തവത്തിൽ ആ സമയത്ത് ദാനിയേൽ ആരായിരുന്നു? 120 പേർ ഭരിക്കുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു വ്യക്തി. സ്ഥാനം ദാനിയേലിന് വിഷയമായിരുന്നില്ല, പദവി ദാനിയേലിന് വിഷയമായിരുന്നില്ല, സമയം വിഷയമായിരുന്നില്ല. ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ പെട്ടെന്ന് ദാനിയേൽ ചെയ്തത് 3 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചില്ല. 7 ദിവസമോ 14, 21, 40 അല്ല ഉപവാസം എടുക്കുന്ന തെറ്റാണെന്നല്ല. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, യെരൂശലേമിന്റെ നേരെ തന്റെ മാളികയുടെ കിളിവാതിൽ തുറന്നിട്ടിരുന്നു. പതിവ് പോലെ, എന്നും തുറന്നിടുന്നത് പോലെ അന്നും തുറന്നിട്ടു. എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. ഈ ശ്രേഷ്ഠനായ ആ രാജ്യത്തിലെ ഏറ്റവും വലിയ പദവിയുള്ള വ്യക്തി, കുഞ്ഞേ, നീ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും ഒരു സിസ്റ്റമാറ്റിക് പ്രയറിന്റെ ഉടമയായി നീ മാറുവാൻ കഴിയുമെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്തെല്ലാം വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരട്ടെ, അത് ദാനിയേലിന് ഒരു വിഷയമല്ല. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കട്ടെ, രാജാവിനെ എന്ത് ചെയ്യട്ടെ, അതെനിക്കൊരു വിഷയമല്ല. എന്നാൽ ഞാനൊരു കാര്യം തീരുമാനമെടുത്തു, ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നത് പോലെ പതിവ് പോലെ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദാനിയേൽ തീരുമാനമെടുത്തു. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, ദൈവമക്കളോട് ഞാൻ പറയാം, അത്ര വലിയ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായി മാറുവാൻ ദാനിയേലിന് ദൈവം അവസരം ഒരുക്കി. മാത്രമല്ല, വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ.
അതെന്താണ്, എങ്ങനെയാണ്? ഒരു വാക്യം വായിക്കണമേ. 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കണം. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. മതി. ദാനിയേലേ, എങ്ങനെയാണ് നിനക്ക് ഈ വെളിപ്പാട് കിട്ടിയത്? ഒരു കാര്യം എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കാര്യം, അന്യനാട്ടിൽ തടവിൽ പോയിട്ടും ധൃതിക്കിടയിലും പലതും എടുക്കാൻ മറന്നുപോയെങ്കിലും ഒരു കാര്യം ദാനിയേൽ എടുക്കാൻ മറന്നില്ല. നമ്മളാണെങ്കിൽ അറിയാം, പെട്ടെന്ന് തടവുകാരായി നമ്മെ പിടിച്ചാൽ, ഏതെങ്കിലും ആക്സിഡന്റ്, അപകടം പെട്ടെന്ന് വന്ന് നമ്മളിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നാം നോക്കിയാൽ ആദ്യം നമ്മൾ തപ്പുന്നത് നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഏറ്റവും വിലപ്പെട്ട ഡോക്യുമെന്റ്സോ. ദാനിയേൽ അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. ദാനിയേൽ ഏറ്റവും തപ്പിയെടുത്തത് മറ്റൊന്നുമല്ല, ആ പുസ്തകം. ധൃതിക്കിടയിലും പുസ്തകം എടുക്കാൻ മറന്നില്ല. മാത്രമല്ല, ഇന്നത്തെ സ്ലിം ബൈബിളല്ല, അന്ന് പായ്ച്ചുരുളാണ്. അതെടുക്കാൻ ദാനിയേൽ മറന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, വചനത്തോട് നിങ്ങൾക്ക് പ്രിയമുണ്ടോ? 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുമോ? മറിയെ പോലെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ നമുക്ക് കഴിയുമോ? കുഞ്ഞെ, ഇന്ന് രാത്രി വചനം നിങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്നിനും നിങ്ങൾക്ക് സമയമില്ലെങ്കിലും, എത്ര ധൃതിയുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിലും, ദൈവവചനത്തിന് മുമ്പിൽ, ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ അല്പസമയം ചെലവഴിക്കുവാൻ കഴിയുമെങ്കിൽ, അങ്ങനെ അല്പസമയം ചെലവഴിക്കുവാൻ കഴിയുമെങ്കിൽ, അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. വിശുദ്ധ വേദപുസ്തകം വായിക്കുകയല്ല, എൻജോയ് ചെയ്ത് വായിക്കുക. അത് ധ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്നുവരെ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ദാനിയേലിനെ പോലെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ നമുക്ക് കഴിയും. വാസ്തവത്തിൽ ദാനിയേല് ആ പ്രവാസത്തിൽ എന്നും വചനം ധ്യാനിക്കുമായിരുന്നു. ഒരു ദിവസം ദാനിയേലിന് വെളിപ്പാട് കിട്ടി, പ്രവാസം തീരാറായി. എങ്ങനെയാണ് ദാനിയേലിന് വെളിപ്പാട് കിട്ടിയത്? ദിനംതോറും വചനം വായിക്കുമായിരുന്നു. യിരെമ്യാ പ്രവചനം വായിച്ചപ്പോൾ ദാനിയേലിന് ആ വെളിപ്പാട് ലഭിച്ചെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് വരുന്നത്, വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി. മാത്രമല്ല, നമുക്കറിയാം ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം കൃപാവരങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. ദാനിയേലിന് വ്യാഖ്യാന വരമുണ്ടായിരുന്നു, സ്വപ്നങ്ങൾ വെളിപ്പെടുമായിരുന്നു, വെളിപ്പാട്, ദർശനം സകലതും ഉണ്ടായിരുന്നു. അത് സാധാരണ എന്തെങ്കിലും കയ്യിലിട്ട് പറയുന്നതല്ല, ദൈവം കൊടുക്കുന്ന ഒരു വെളിപ്പാട്. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു വെളിപ്പാടിനായി നമുക്ക് വാഞ്ചിക്കുവാൻ കഴിയുമോ? ഒരു പ്രവചന വരത്തിനായി വാഞ്ചിക്കുവാൻ കഴിയുമോ? നമ്മുടെ തലമുറ ഈ ദിവസങ്ങളിൽ കൃപാവരങ്ങളാൽ നിറയപ്പെടുക എത്ര പേർ ആത്മാർത്ഥമായി ആഗ്രഹിക്കും? ലോകത്തിലെ പലതും നേടിയില്ലെങ്കിലും, ലോകത്തിലെ പല പദവികളും നേടിയില്ലെങ്കിലും, അതിനേക്കാൾ അപ്പുറമായി നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ ദർശനമുള്ളവരായി, കൃപാവരമുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. ഒരു കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നു, ദാനിയേലിന്റെ ജീവിതത്തിൽ ഫലമുള്ള ഒരു ക്രിസ്തീയ ജീവിതം. എന്താണ് ഈ ഫലം? നമുക്കറിയാം, ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇതെല്ലാം ഒരു ഫലമാണ്. നമുക്കിവയുണ്ടോ? നാം പ്രാർത്ഥിക്കേണ്ടത് ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഒരു ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ, എന്നെ അനുഗ്രഹിച്ച് വലുതാക്കണമേ എന്നുള്ളതിനേക്കാൾ ഉപരിയായി, എൻ്റെ പേര് വലുതാക്കണമെന്നുള്ളതിനേക്കാൾ ഉപരിയായി, എനിക്ക് സാമ്പത്തികമായി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനുപരിയായി, ആത്മീയമായിട്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ ആത്മീയ വരങ്ങളുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. ഈ കുമ്പനാട് കൺവെൻഷന് പന്തലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എത്ര പേർ പ്രാർത്ഥിക്കും, ദൈവമേ, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. ഇന്ന് വരെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു പദം കൂടെ ചേർക്കുവാൻ കഴിയുമ്പോൾ, ഇന്ന് മുതൽ ആത്മാവിന്റെ ഫലം എന്നിൽ നിന്ന് പുറപ്പെടണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നുള്ള പ്രശ്നങ്ങളില്ല, വിഷയങ്ങളില്ല, പല പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. 6-ാം അധ്യായത്തിന്റെ 21 നാം ഇങ്ങനെ വായിക്കുന്നു, രാജാവേ, അങ്ങ് ദീർഘായുസ്സോടുകൂടി ഇരിക്കണം. ഇത് വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്താണ് സന്തോഷം തോന്നാൻ കാരണമെന്ന് പറയാം. നമുക്കറിയാം,
നെബൂഖദ്നേസർ രാജാവിൻ്റെ സമയം മുതൽ കൊട്ടാരവുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയായിരുന്നു ദാനിയേൽ. മാത്രമല്ല, രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നു, സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. നെബൂഖദ്നേസറിന്റെ സമയത്ത് മാത്രമല്ല, ബേൽസസിന്റെ സമയത്തും അങ്ങനെ തന്നെ ഇതെല്ലാം അറിയാവുന്ന ദാരിയാവേശ് രാജാവ് സിംഹക്കുഴിയിലേക്ക് ഇടുവാൻ വേണ്ടി കൽപ്പന കൊടുത്തു. വാസ്തവത്തിൽ ഈ സിംഹക്കുഴിയിലേക്ക് ഇടുവാൻ കൽപ്പന കൊടുത്തപ്പോൾ രാജാവിന് വാസ്തവത്തിൽ അങ്ങനെ ചെയ്യണമെന്ന് വലിയ താല്പര്യമില്ല. എന്നാൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് രാജാവിന് അതിനെ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതാണ് അതിൻ്റെ സത്യം. വാസ്തവത്തിലൊരു കാര്യം മനസ്സിലാക്കണം, ഭരിക്കുന്നത് പാർലമെന്റ് അല്ല, ഭരിക്കുന്നത് രാജാവാണ്. വേണമെങ്കിൽ രാജാവിനൊരു തീരുമാനമെടുക്കാം, മാറ്റി തീരുമാനമെടുക്കാം. എന്നാൽ രാജാവ് കരുതി അവരെയും പിണക്കരുത്. സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ്, അല്പം പാടാണ്. ഇന്ന് ഈ പന്തല്ലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ പറയാം, മറ്റുള്ളവർ പിണങ്ങുമോ, അവർക്ക് എന്ത് തോന്നുമോ, അതല്ല നമ്മുടെ വിഷയം. അതിനപ്പുറമായി സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയുമെങ്കിൽ, സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയുമെങ്കിൽ, എത്ര വലിയ ഛേദം ജീവിതത്തിൽ കടന്നു വന്നാലോ, ഏതെല്ലാം നഷ്ടങ്ങളെ നാം നേരിടേണ്ടി വന്നാലോ, ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക. ഞാൻ സത്യത്തിന് വേണ്ടി മാത്രം ഞാൻ നിൽക്കും, സത്യത്തിന് വേണ്ടി ഞാൻ നിൽക്കും എന്ന് എത്ര പേർക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയും? ദാനിയേൽ രാജാവിനോട് വാസ്തവത്തിൽ രാജാവേ, നിനക്കറിയില്ലേ ദാനിയേൽ ആരാണ്? സത്യത്തിന് മുമ്പിൽ മൗനം പാലിച്ച രാജാവ്. ആ രാജാവിന് രാത്രിയിൽ ഉറക്കം വന്നില്ല. സംഭവം നമുക്കറിയാം. അതിരാവിലെ രാജാവ് ഗുഹയുടെ അരികിലേക്ക് കടന്നു എന്ന് ചോദിച്ച ചോദ്യം, ദാനിയേലേ, നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചോ? ആ ചോദ്യത്തിന് മുമ്പിൽ വാസ്തവത്തിൽ ദാനിയേലിന് രൂക്ഷമായ ഒരു മറുപടി പറയാമായിരുന്നു. രാജാവേ, വിശ്വസ്തയോടെ ഇത്രയും നാൾ നിന്നെ സേവിച്ചിട്ടും ഒരു ചെറു വിരൽ പോലും നനയ്ക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ല. എന്നാൽ തിന്മയ്ക്ക് പകരം തിന്മയല്ല, അനുഗ്രഹത്തിൻ്റെ വാക്ക്. രാജാവേ, അങ്ങ് ദീർഘായുസ്സോടുകൂടി ആയിരിക്കട്ടെ. കൃപയുടെ വാക്കുകൾ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ വാക്കുകൾ കൃപ നിറഞ്ഞ വാക്കായിരിക്കട്ടെ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളല്ല. ഒരു പക്ഷേ രാജാവിനോട് ചില മറുപടി പറയാമായിരുന്നു. രാജാവേ, ഇത്രമാത്രം ഞാൻ നിന്നെ സേവിച്ചിട്ടു വിശ്വസ്തയോടെ നിന്നിട്ടും ഇതാണോ എന്നോട് ചെയ്യുന്നതെന്നൊരു ചോദ്യം വേണമെങ്കിൽ ദാനിയേലിന് രാജാവിനോട് ചോദിക്കാമായിരുന്നു. എന്നാൽ അതിന് പകരം പറഞ്ഞത്, അങ്ങ് ദീർഘായുസ്സോടുകൂടെ ഇരിക്കട്ടെ. ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. ഒരു വാക്യം കൂടെ വായിക്കണം. 12-ാം അധ്യായത്തിന്റെ ദാനിയേൽ പ്രവചനത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം, 13-ാം വാക്യം ഒന്ന് വായിക്കണമേ. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റു വരും. വലിയ സന്തോഷം തോന്നിയ ഒരു വാക്യം. സാധാരണ നമ്മള് ഈ നാട്ടിൻ പുറത്ത് കേരളത്തിലും എല്ലായിടത്തും പലപ്പോഴും കേൾക്കാറുള്ളൊരു വാക്യമാണ്. പലപ്പോഴും എപ്പോഴാണ് വായിക്കുന്നത്? ഫ്യൂണറൽ സർവീസ് നടക്കുമ്പോൾ ഡെഡ് ബോഡി അവിടെ വെച്ച് പല പാസ്റ്റർമാർ, കർത്തദാസന്മാർ കടന്നു വന്ന് പല ദൈവവചനം സംസാരിച്ചിട്ട് ഏറ്റവും അവസാനം പലരും പറയും, നീയോ ഇപ്പോൾ പോയി വിശ്രമിക്കുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ലോകത്തിലുള്ള ഈ സകല മരിച്ചവരും ഒറ്റ മരിച്ച വ്യക്തി പോലും ഇത് പറയുന്നതല്ലാതെ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മരിച്ചു കിടക്കുന്ന വ്യക്തികളോട് അവർ കേൾക്കെ കർത്താവിൻ്റെ ദാസന്മാർ ഈ വാക്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വ്യക്തി ലോകത്തിൽ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കേട്ട ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, ദാനിയേൽ. ദൈവം, സ്വർഗ്ഗസ്ഥനാകുന്ന ദൈവം ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, നീ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞത് ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, അങ്ങനെ നിൽക്കുന്ന വിശ്വസ്തയോട് ദൈവസന്നിധിയിൽ നിന്ന് ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, നീ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തേക്ക് നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. എന്തുകൊണ്ടാണ് പ്രിയ പുരുഷനായ ദാനിയേലേ എന്ന് വിളിക്കുവാൻ കാര്യം? ഇന്ന് രാത്രി ആ സന്ദേശം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രിയ പുരുഷനായ ദാനിയേലേ എന്ന് വിളിക്കുവാനുള്ള കാര്യം? ദാനിയേലിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുത്ത വ്യക്തിയായിരുന്നു ദാനിയേൽ.
ദാനിയേല് ദൈവവചന ധ്യാനത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത വ്യക്തിയായിരുന്നു ദാനിയേല്. കൃപാവരങ്ങൾക്ക് പ്രഥമ സ്ഥാനം കൊടുത്ത വ്യക്തിയായിരുന്നു ദാനിയേൽ. അതിനേക്കാളെല്ലാം ഉപരിയായി ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച വ്യക്തി. ഇന്ന് രാത്രി ദൈവജനത്തോട് പരസ്യമായി ഞാൻ പറയട്ടെ, നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കട്ടെ. ഉപ്പിനാൽ രുചി വരുത്തിയതായിട്ട് കൃപയോട് കൂടിയ വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരുമെങ്കിൽ അതിനേക്കാൾ വലുതായി ഒന്നുമില്ല. ദൈവം സന്തോഷിക്കുന്ന നിമിഷമാണ് ഈ കുമ്പനാട് കൺവെൻഷന്റെ ഈ രാത്രി. ദൈവനാമത്തിൽ ശക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിൽ മറ്റൊന്നും നേടുവാൻ കഴിയില്ലെങ്കിലോ അതിനേക്കാൾ എല്ലാം ഉപരിയായി കൃപയോടുകൂടിയ വാക്കുകൾ, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ, അതായിരിക്കട്ടെ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി ഈ ദിവസങ്ങളിൽ നമുക്ക് ആയിത്തീരുവാൻ കഴിയുമോ? നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കട്ടെ. നമ്മുടെ പ്രവൃത്തിയിലൂടെ ലോകം ദൈവത്തെ കാണട്ടെ.